ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് കണ്ട ഒരു അത്ഭുത പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർക്ക് അവിടെ ഇവിടെയൊക്കെ തലച്ചോറിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ തിരിച്ചു കിട്ടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കമ്പനി തട്ടിപ്പ് കമ്പനി തന്നെയാണ്. അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കളവുകൾ പറഞ്ഞുകൊണ്ട് വക്കീലന്മാർ ഈ കമ്പനിയെ സഹായിക്കുന്നത്. അവർക്ക് കിട്ടേണ്ടത് പണം മാത്രമാണ്. അല്ലാതെ ഈ കമ്പനി ജെന്യുവിൻ ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ നല്ലൊരു കമ്പനി ആയതുകൊണ്ടല്ല ഇത്രയും ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ വെക്കേണ്ടി വരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് എന്ന് ചില ആൾക്കാർ തുറന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഇംപ്ലീഡ്മെൻറ്റിനെ കുറിച്ചൊക്കെ, നിക്ഷേപകരെ കക്ഷി ചേരുന്നതിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് ബോധം വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രേറ്റ് ലീഡർ അജിത് ഷാജീനെയൊക്കെ ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 30-ാം തീയതി പുതിയൊരു ഇംപ്ലീഡ്മെൻ്റ് ഉണ്ട്, ഹൈക്കോടതിയിലെ ഇംപ്ലീഡ്മെൻ്റ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സീനിയർ വക്കീല് കിണഞ്ഞ് പരിശ്രമിച്ചതാണ്. എന്നിട്ട് അവസാനം ഇവർ സമാധാനിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത മെസ്സേജ് എന്ന് പറയുന്നത്, ആ ഇംപ്ലീഡ്മെൻ്റ് എടുത്തിട്ട് പള്ളയിൽ കളഞ്ഞു എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഡയലോഗാണ് ഇവർ അടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പള്ളയിൽ കയറ്റിയ ആ വക്കീലാണ് വിധിന്യായം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കൂടി ഇവരുടെ വക്കീലുമായിട്ട് വാദിച്ചു തിരുന്നത് എന്നാണ്. ഒരു വേള ജഡ്ജി ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിർത്തുമോ, നിങ്ങളുടെ ഈ ആർഗ്യുമെൻറ്റ്സ് നിർത്തുമോ, ഞാൻ വിധി എഴുതണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിൽ കയറ്റിയ വക്കീലെ നന്നായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഫുൾ ലെങ്ത് വാദം പോലുമില്ലാതെ കേസ് എടുത്ത പാട് തന്നെ ഇത് ബഡ്സിലെ സെഷൻ കോർട്ടിൽ തീരുമാനിക്കൂ എന്നുള്ള ആ ഒരു വാചകമാണ് ആദ്യം തന്നെ പറഞ്ഞത്. കേസ് എടുത്ത പാടെ ഫുൾ ലെങ്ത് വാദത്തിന് വേണ്ടിയിട്ട് കേസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞത്, ഇത് ബഡ്സ് കേസാണ്, ഇത് സെഷൻ കോർട്ടിൽ നിങ്ങൾ പോകൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് അവിടെ ആ ഇംപ്ലീഡ്മെൻറ്റ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ വിധിന്യായം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഇംപ്ലീഡ്മെൻറ്റിൻ്റെ ഇംപ്ലീഡ് ചെയ്ത വക്കീലിനെയും കേട്ടു എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവർ കേസ് ഡിസ്പോസ് ആയിട്ടും കേസിൽ തന്നെ തീരുമാനമായിട്ടും ഇത് നമ്മുടെ ഇംപ്ലീഡ്മെൻറ്റ് ഡിസ്പോസ് ആക്കി എന്ന് പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് നിലവിൽ സെഷൻ കോർട്ടിൽ ഒരു നിക്ഷേപകൻ ആൾറെഡി ഒരു ഇംപ്ലീഡ്മെൻറ്റ് നിലവിലുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ഇംപ്ലീഡ്മെൻറ്റും കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഇവർക്ക് മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം തന്നെ ഉള്ളതാണ്. പക്ഷേങ്കിൽ ഇന്ന് മനസ്സിലാക്കിയത് ഒരു ഇംപ്ലീഡ്മെൻറ്റും കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് അഡ്മിന്മാരുടെ ഈ തട്ടിപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ വെറും അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ അഡ്മിന്മാരെ ചോദ്യം ചെയ്തുകൊണ്ട് മെമ്പർമാർ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവർ ചോദിക്കുന്നു, ഇതല്ലേ പറഞ്ഞത് ഇംപ്ലീഡ്മെൻ്റൊക്കെ അവസാനിച്ചു, നമ്മുടെ വക്കീല് അതിനുള്ള പണി എടുത്തിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് പുതിയ ഇംപ്ലീഡ്മെൻ്റ് വരുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നലെ ജഡ്ജി പറഞ്ഞത്, ഇംപ്ലീഡ്മെൻ്റ് ചെയ്ത അഡ്വക്കേറ്റിനെയും കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ വിധി പറയൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇംപ്ലീഡ് ചെയ്ത വക്കീലിൻ്റെ അസൗകര്യം പ്രമാണിച്ച് ഇന്ന് നടക്കാനിരുന്ന വാദം 16ലേക്ക് മാറ്റിയിരിക്കുന്നത്. ബൈ.